CPM-നെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ജി സുധാകരൻ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട ആ പരിപാടിയിൽ നിന്നും ജി സുധാകരനെ മാറ്റി നിർത്തുന്നത് പോലുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് വാസ്തവമാണ്. അദ്ദേഹത്തിനോട് നമുക്ക് ആ നിലയിൽ ഒരു അനുതാപം തോന്നുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് പിന്നാലെ സുധാകരൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലടക്കം സുധാകരൻ പോയ ശേഷം എന്തായിരുന്നു CPM എടുത്തിട്ടുള്ള നിലപാട്? അദ്ദേഹം പാർലമെന്ററി വ്യാമോഹത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഇതൊക്കെ എന്നുള്ളതാണല്ലോ. അതിനെ സാധൂകരിക്കുന്ന നിലയിലുള്ള പ്രതികരണമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതും. അപ്പോൾ സ്വാഭാവികമായി മനസ്സിലായില്ല എങ്ങനെ സാധൂകരിക്കുന്നു. അദ്ദേഹം ഇന്ന് നടത്തിയ പ്രതികരണം ഗോപി പൂർണ്ണമായും കിട്ടില്ല. അദ്ദേഹം മറ്റാളുകളുടെ പേര് എണ്ണി പറയുകയാണല്ലോ. ഞാൻ അതാണ് പറഞ്ഞത് ഗോപി. 2021 ടേം വ്യവസ്ഥ എന്നുള്ള തീരുമാനത്തിലേക്ക് CPIM എത്തുകയാണല്ലോ. അത് സ്വാഭാവികമായും പുതിയ ആളുകൾക്ക് അവസരം എന്നുള്ളതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. പക്ഷെ നോക്കൂ, ഇത് ശരിക്കും ഒരു നയപരമായ ഒരു തീരുമാനമാണ്. പറയട്ടെ, ഞാൻ പറയട്ടെ, 2021 നമ്മൾ ഒരു ഭാഗം പൂർണ്ണമായും അടച്ചുകൊണ്ട് മറുഭാഗം മാത്രം കാണുന്നത് കൊണ്ടുള്ള പ്രശ്നമാണിത്. 2021 എടുത്ത തീരുമാനം എന്താണ്? ടേം വ്യവസ്ഥ നിർബന്ധമായും പാലിക്കണമെന്നുള്ളതായിരുന്നു 2021 തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തപ്പെട്ടത് ജി സുധാകരൻ മാത്രമാണോ? തോമസ് ഐസക്കിനെ പോലെ ആ മന്ത്രിസഭയിൽ, ഒന്നാം പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഏറ്റവും ശോഭിച്ച, ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരാളെ മാറ്റി നിർത്തിയില്ലേ? അത് നമ്മൾ പറഞ്ഞതുപോലെ ആ മന്ത്രിസഭയിൽ ചെയ്യാൻ കഴിയുന്ന മന്ത്രിമാരെ എല്ലാം ഒഴിവാക്കുകയും തോമസ് ഐസക് എന്താണ് മാത്രമല്ല കടകംപള്ളി ഇല്ല, MM മണി ഇല്ല, പിന്നെ ഞാൻ പറയട്ടെ, ഞാനത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. 2021 2 ടേം വ്യവസ്ഥ നിർബന്ധമാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നേതാക്കളൊക്കെ മാറി നിൽക്കുന്നു. പിന്നെ ഇന്ന് സുധാകരൻ ചോദിക്കുന്ന മറ്റു ചില പേരുകളുണ്ടല്ലോ. 2025 വരുമ്പോൾ ടേം വ്യവസ്ഥയിൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ടതില്ല, ജയം മാത്രമാണ് ഫോക്കസ് എന്നതുകൊണ്ടാണ് ഷ്യൂർ സീറ്റുകളിൽ മാത്രം ആ വ്യവസ്ഥ ബാധകമാക്കുകയും മറ്റുള്ളിടത്ത് അങ്ങനെയല്ലാത്ത ആളുകളെ കൊണ്ടുവരികയും. ജി സുധാകരന്റെ പരാതി എന്താ? ജി സുധാകരന്റെ പരാതി നിരന്തരമായി ജി സുധാകരനെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. അവഗണിക്കുക മാത്രമല്ല, മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ H സലാമിന്റെ പരാതി എന്താ? ഭൂരിപക്ഷം കുറഞ്ഞതിന് പിന്നിൽ ജി സുധാകരൻ പ്രവർത്തിച്ചു. അതിനാണല്ലോ എളമരം കമ്മിറ്റി വെച്ച് കണ്ടെത്തിയത്. അപ്പൊ അവിടെ ചുറ്റുവട്ടത്തുള്ള ഇടങ്ങളിലൊക്കെ ജയം ഉറപ്പിക്കുകയും എല്ലായിടങ്ങളിലും ചെന്ന് പ്രചാരണം നടത്തുകയും ആ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് ജി സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ മൂലക്കിലിരുത്താൻ വേണ്ടിയിട്ട് ചില നീക്കങ്ങൾ നടത്തിയെന്നാണ് ആരോപണം. 2021 സീറ്റ് പോയപ്പോൾ ജി സുധാകരന് പരാതിയില്ല. ഒറ്റ മിനിറ്റ്. ആലപ്പുഴയിൽ PP ചിത്രഞ്ജന്റെ ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ ഈ അന്വേഷണം ഉണ്ടായില്ല. നേരത്തെ ഗോപി ചോദിച്ച ഒരു കാര്യമുണ്ട്. ഈ ജി സുധാകരന്റെ ഇപ്പോഴത്തെ നിലപാട് ഏതൊക്കെ തരത്തിൽ എവിടെയൊക്കെ ബാധിക്കുമെന്നുള്ളത് ഞാൻ കാണുന്നത് ഇത് അങ്ങനെ കാര്യമായി ബാധിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ടല്ല ജി സുധാകരൻ പോയത്. CPIM വിട്ടിട്ടുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയം നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ CPIM-ന്റെ ഏതെങ്കിലും അപജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ അല്ല. ആത്മനിഷ്ഠപരമാണ്, അല്ലല്ല, ആത്മനിഷ്ഠപരമായിട്ടുള്ള മുൻപ് ഞാൻ പറഞ്ഞുതരാം. അതായത് ജി സുധാകരൻ മുൻപ് തന്നെ പാർട്ടിക്കകത്ത് മുൻപ് തന്നെ CPIM-നകത്ത് വലിയ അവഗണന നേരിടുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത ജി സുധാകരൻ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലപ്പുഴ സമ്മേളനത്തിന് ശേഷം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുകയാണ്. ഈ സമ്മേളനം ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറ്റുന്നില്ല, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ജി സുധാകരനെ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് താൻ ഇല്ല എന്ന് പറയാനുള്ള കാരണം ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് അവിടേക്ക് ഇരിക്കുന്നത്, കേന്ദ്ര കമ്മിറ്റിയിൽ. അതിനുശേഷം പാർട്ടിക്കകത്ത് അവഗണന. ജി സുധാകരനുള്ള പ്രതിച്ഛായ എന്താണ് കേരളത്തിൽ? ജി സുധാകരന് ഈ പാർട്ടിക്ക് അപ്പുറമുള്ള അല്ലെങ്കിൽ അന്ധമായി പാർട്ടി വിശ്വസിക്കുന്നവർക്ക് അപ്പുറമുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടല്ലോ. അങ്ങനെ മന്ത്രിയാണ്, അങ്ങനെ നേതാവാണ്, പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന നേതാവാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനെ ഒതുക്കി ആ ജില്ലയിൽ അത് സ്വാഭാവികമായും മറ്റു വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലെ ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ അസിത പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടുന്നില്ല, അദ്ദേഹത്തിന് പദവികൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഈ കലാപം ഉയർത്തിയതാണ് എന്ന് CPIM അനുഭാവികളും വിശ്വാസികളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ അങ്ങനെ ഒരു പ്രതിച്ഛായയും അങ്ങനെ ഒരു ജനകീയ പിന്തുണയും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം CPIM വിട്ട് പുറത്തോട്ട് പോകുന്ന അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ ആ മണ്ഡലത്തിനെങ്കിലും മിനിമം ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല.
ടി കെ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ജി സുധാകരനും എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന impact കേരളത്തിലുണ്ട്. അത്ര പോലും ഇമ്പാക്ട് ജി സുധാകരൻ എന്ന നേതാവിന് ആലപ്പുഴയിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആത്മനിഷ്ഠപരമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മാധ്യമപ്രവർത്തകരെന്ന് ജി സുധാകരൻ കൈകാര്യം ചെയ്ത രീതി ഉണ്ടാവുന്ന കാണാം. അധികാര വ്യാമോഹം തന്റെ വീട്ടിൽ വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ട് താൻ നടന്നു വന്ന റോഡൊക്കെ ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ടല്ലേ താൻ ഈ വണ്ടി ഓടിച്ചു വരുന്നത്. സർക്കാർ എന്തുവാ? സർക്കാർ എന്ന് പറഞ്ഞാൽ താനും തന്നെ ഭാര്യയും കൊണ്ടാണ്. ഇവിടെ താൻ PWD മിനിസ്റ്റർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം, വേറെ ഒരാൾക്കും ഉത്തരവാദിത്തമില്ല. ഇവിടെ സർക്കാരിനെ തന്നെ ഞാൻ പഠിപ്പിക്കണോ? ഇന്ന് വളരെ ശക്തമായ ഭാഷയിൽ പരിഹാസവും പിന്നെ അതുപോലെ തന്നെ ദേഷ്യപ്പെടലും ഒക്കെ ഉണ്ടായിരുന്നു ജി സുധാകരന്റെ പ്രതികരണത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.